ഇറ്റ്സ് ട്യൂസ്ഡേ മോർണിംഗ്. ഇപ്പം നമ്മളുള്ളത് ആലപ്പുഴ സ്റ്റുഡിയോയിലാണ്. ഈ ഒരു 2 ഡേയ്സ് വിച്ചിന് ഷൂട്ടില്ല. അപ്പം നമ്മൾ വിചാരിച്ചു ഓണം ഡ്രസ്സൊക്കെ കുറച്ച് നേരത്തെ എടുത്ത് വയ്ക്കാമെന്ന്. കാരണം ആ ഒരു ടൈമിലോട്ട് പോകുമ്പോൾ ഭയങ്കര തിരക്കുമായിരിക്കും. അതുപോലെ കളക്ഷനൊക്കെ കുറേയൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. സ്റ്റുഡിയോയിലാണെങ്കിൽ ഓഗസ്റ്റ് 1 തൊട്ട് 31 വരെ ഓഫർ സെയിൽ നടക്കുക. അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇന്ന് വലിയ തിരക്കുണ്ടായിരുന്നു കേട്ടോ. സാറ്റർഡേ സൺഡേ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ക്യൂ നിന്നിട്ടൊക്കെ ആയിരുന്നു ഡ്രസ്സിങ് റൂമിൽ ട്രയലൊക്കെ നോക്കുന്നത്. അത്ര തിരക്കായിരുന്നു കേട്ടോ. ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ടായി. അതുകൊണ്ട് നമ്മൾ ഇട ദിവസം നോക്കിയിട്ടാണ് വന്നത്. വലിയ തിരക്കുണ്ടെങ്കിൽ കയറണ്ടെന്ന് വെച്ച് തന്നെ വന്നത്. കാരണം നമ്മൾ വേറെ ഷോപ്പിൽ കയറാനാണ് വന്നത്. അപ്പോൾ ആരൂന് സ്റ്റുഡിയോ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാണ് കേട്ടോ. അപ്പോൾ വിച്ചുവിന് നമ്മളൊരു ടീഷർട്ട് എടുത്തു. ആരൂന് ഒരു ടീഷർട്ടും ഷർട്ടും പാൻറ്റും ഒരു ഷൂസും എടുത്തു. ആലപ്പുഴയിലെ സ്റ്റുഡിയോയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് കളക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോയ്സിൻ്റെ തീരെ ഉണ്ടായിരുന്നില്ല. ബോയ്സിൻ്റെ വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. ക്ലോത്തിങ് സെറ്റൊക്കെ ആയിട്ട് കുറച്ചുണ്ടായിരുന്നു. പക്ഷെ ഷർട്ടിൻ്റെയൊക്കെ സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 പീസസ് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. വലുതായിട്ട് കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി അങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഗേൾസിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. കുറേ ക്രോപ്പ് ടോപ്സും ഒത്തിരി ടോപ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വൈറ്റ് ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ എടുക്കാമെന്ന് വെച്ചു. പക്ഷേ അതിൻ്റെ ബാക്കിൽ ഭയങ്കര വൈഡായിട്ട് ഓപ്പൺ ആയിരുന്നു. അതുകൊണ്ട് ഞാനത് എടുത്തില്ല. എനിക്ക് ഡ്രസ്സ് ഞാൻ സ്റ്റുഡിയോന്ന് എടുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ട് കുഞ്ചു, അവളായിട്ട് വരാമെന്ന് വെച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവൾക്ക് ലീവ് ഇല്ലാത്തതുകൊണ്ടാണ് വരാൻ പറ്റാഞ്ഞ്. അപ്പോൾ ഞാൻ അവളും കൂടെ പിന്നെ വന്നിട്ട് എടുക്കാമെന്ന് വെച്ചു. ഞാൻ എടുക്കാമെന്ന് വെച്ചിട്ട് നോക്കുക. പക്ഷേ വിഷ്ണു എന്നെ മടുപ്പിക്കുകയോ അത് ചേർന്ന് സെറ്റാകത്തില്ല, ഇപ്പോൾ വണ്ണം ഉണ്ടല്ലോ ചേർത്തില്ല, അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് മടുപ്പിക്കുക. അതുകൊണ്ട് ഞാൻ സ്റ്റുഡിയോന്ന് എടുത്തില്ല. ഗേൾസിൻ്റെയൊക്കെ ക്രോപ്പ് ടോപ്സിനൊക്കെ ഒത്തിരി ഓഫറുണ്ട്. അല്ലാണ്ട് വലിയ ഓഫറായിട്ട് അങ്ങനെയൊന്നുമില്ല. ഷൂസൊക്കെ കുറേ ഓഫറിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അല്ലാണ്ട് വലിയ ഓഫറായിട്ടൊന്നുമില്ല. ബോയ്സിൻ്റെ എനിക്ക് വലിയ സ്വെറ്റ് ഷർട്ടൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. വലിയ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഓക്കെ. അല്ലാണ്ട് വലിയ ഓഫർ അല്ലെങ്കിൽ അത്ര കൊള്ളാമെന്ന് പറയാൻ പറ്റത്തില്ല. പാൻസൊക്കെ ഓക്കെയാണ്, നല്ല പാൻസൊക്കെ ഉണ്ട്. പാൻസിനൊന്നും ഓഫറില്ല കേട്ടോ. പാൻസൊക്കെ ഓക്കെയാണ്. അല്ലാണ്ട് വലിയ കളക്ഷൻസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഗേൾസിനെ കിഡ്സിൻ്റെ ആ ഒരു സെക്ഷനെ നോക്കിയാലും വലിയ കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ലേഡീസിന് ക്രോപ്പ് ടോപ്സും അല്ലാണ്ട് ഫ്രോക്ക് ടൈപ്പും അങ്ങനെയൊക്കെ അതിലൊക്കെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. കുറേ വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു. കിഡ്സിൻ്റെ സെക്ഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബോയ്സിന് ആ കിടക്കുന്ന അത്രയും ഷർട്ട്സ് മാത്രം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു 4 ടൈപ്പിലുള്ള പല സൈസസ് അവൈലബിൾ ആയിരുന്നു. അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ 4-5 ടൈപ്പ് ഷർട്ട് അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അല്ലാണ്ട് വലുതായിട്ട് ഷർട്ടിൻ്റെ കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉള്ളത് ഓക്കെ ആയിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ അതിൽ നിന്നൊരു ഷർട്ടും അല്ലാണ്ട് അതിന് ചേരുന്ന മാച്ചിങ് ആയിട്ടുള്ള ആ ഷെയ്ഡ് വരുന്നൊരു ജീനും എടുത്തു. അത്രയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ടീഷർട്ട് എടുത്തിട്ട് ടീഷർട്ടൊക്കെ ഓഫറിൽ വെച്ചിട്ടുണ്ട് കിഡ്സിൻ്റെ. പക്ഷേ ഫുൾ സ്ലീവ് ഒന്നും അല്ലായിരുന്നു. ഞാൻ ആരും കൂടുതലും ഫുൾ സ്ലീവാണ് നോക്കണേ. കാരണം അവന് വലിയ സൈസ് അല്ലാത്തതുകൊണ്ട് ഹാഫ് സ്ലീവ് ഇട്ട് എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നിയിട്ട് ഞാൻ ഒന്നുകിൽ ഫുൾ ഓവർ പോലത്തെ അങ്ങനത്തെ അല്ലാന്നുണ്ടെങ്കിൽ വൂളൻ ടൈപ്പ് അങ്ങനത്തെ ഒരു മെറ്റീരിയലൊക്കെ എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഹാഫ് സ്ലീവ് ആയതുകൊണ്ട് എനിക്ക് വലിയ തൃപ്തിയൊന്നും വന്നില്ല. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കസിൻ്റെ മോൾക്ക് ഡ്രസ്സ് നോക്കണമായിരുന്നു. അതും അങ്ങനെ ഫ്രോക്ക് ടൈപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ടീഷർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ടീഷർട്ടിന് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ജീനോ അല്ലെങ്കിൽ ഷോർട്ട്സോ അങ്ങനെ ഒന്നും ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് അതായിരിക്കും, ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നോക്കിയെങ്കിലും ഞാൻ എടുത്തില്ല. വിച്ചുനൊരു ഫ്രോക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കെന്തോ അത് ഇത്തിരി ഡള്ളായിട്ട് എനിക്ക് തോന്നി, ഞാൻ എടുത്തില്ല. അങ്ങനെയൊക്കെ നോക്കി പിന്നെ വിച്ചുനടുത്ത് ടീഷർട്ടൊക്കെ വിച്ചു ട്രയൽ ചെയ്ത് നോക്കി ഓക്കെ എന്നൊക്കെ ഫിക്സ് ആക്കിയിട്ട് നമ്മൾ പിന്നെ അവിടുന്ന് പതുക്കെ ബിൽഡിംഗ് സെക്ഷനിലോട്ട് പോയി. വിച്ചുനാണെങ്കിൽ ഈ ഫ്രോക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ കസിൻ്റെ കുട്ടിക്ക് ഇത് എടുക്കണമെന്ന് വെച്ചിട്ട് വിച്ചു ബഹളമായിരുന്നു. പക്ഷേങ്കിൽ എനിക്കൊന്ന് അവൾ ഇത്തിരി സൈസ് ഉണ്ട്, ആരുനെക്കാട്ടിലും ഇളയതാണ്. പക്ഷേങ്കിൽ കുറച്ചും കൂടി സൈസ് ഉണ്ട്. അപ്പോൾ ഞാൻ അവൾക്കത് പറ്റുമോ എന്നൊക്കെ ആ ടൈയൊക്കെ ഊരിട്ട് നോക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു പറ്റില്ല എന്നിട്ട് പിന്നെ അത് മാറ്റാൻ വേണ്ടി ടൗൺ വരെ വരണ്ടേ. അതുകൊണ്ട് ഞാൻ പിന്നെ മടുപ്പിച്ചു. ഞാൻ വേണ്ട എടുക്കേണ്ട, കാരണം പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് വരണത് ചുമ്മാ അമ്മേനൊക്കെ ഇടാം. അതുകൊണ്ട് ഞാൻ വേണ്ട, നമുക്ക് അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റുഡിയോന്ന് എടുത്തില്ല.
എനിക്കാണെന്നുണ്ടെങ്കിൽ ലോ BP ആട്ടോ. അപ്പോൾ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ പോകുന്നത്. നമ്മൾ രാവിലെയാണ് സ്റ്റുഡിയോയിൽ പോയത്, ഉച്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും നേരത്തെ തിരിച്ച് പോകണം, ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടറിനെ കാണണം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യമൊക്കെ ഉള്ളത്. നമ്മൾ കുറേ നേരം നിന്ന് കറങ്ങില്ല. എനിക്ക് ഷൂസൊക്കെ എടുക്കണമായിരുന്നു, പിന്നെ കുഞ്ചുവിനും ജിമ്മിൽ പോകാൻ വേണ്ടി ഷൂസൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ 1-2 ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനും കുഞ്ചും കൂടെ പിന്നെ വരാമെന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ വലുതായിട്ട് അവിടെ നിന്ന് കറങ്ങിയില്ല. നമ്മളൊരു 10:30 സമയത്താണ് പോയത്, അതുകൊണ്ട് വലിയ തിരക്കും അത്ര തിരക്ക് ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ, വലിയ തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ നമ്മൾ ബില്ലടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുട്ടി ഷോപ്പിംഗ് വ്ളോഗ്. നമ്മൾ ഇവിടുന്ന് അച്ഛനമ്മയ്ക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകും. അത് വ്ളോഗ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.